നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. 21 ദിവസം കുഞ്ഞും കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കളും ഒരു മുറിയിൽ അന്തി ഉറങ്ങണമെന്ന വ്യവസ്ഥ. ഇനിയുള്ള ബാക്കി ദിവസങ്ങളില് മീനാക്ഷി കാർത്തിക്കിന്റെ ബെഡ്റൂമിൽ അന്തി ഉറങ്ങാൻ പാടില്ല. ജോത്സ്യം പറഞ്ഞതുപോലുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലേ ഈ ചെമ്പകമംഗലത്ത് ഒടുവില് അപകടങ്ങളുടെ തെരളിയായിരിക്കും. ഞങ്ങളിപ്പോ ഔട്ട് ഹൗസിലേക്ക് താമസം മാറിയെങ്കിലും ജഗദീഷ് ചേട്ടനെ പറ്റി ഓർക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു പേടിയാ. ഇങ്ങനെയുണ്ടൊരു മുൻകോപം ആരെങ്കിലും എടുത്തിട്ട് കൊടയും. ഈ വീട്ടിൽ അപകടങ്ങൾ വരണമെന്ന് ചിലർക്ക് നിർബന്ധമുള്ള പോലെയാ അവരുടെ പ്രവൃത്തി. എന്താ മുത്തശ്ശി, എന്താ ഇവിടെ പ്രശ്നം? നീ ഇതെവിടെ പോയിരുന്നു? കുഞ്ഞിനെ ഒറ്റക്കിട്ടേച്ച്. ഞാൻ അമ്മയുടെ മുറിയിലുണ്ടായിരുന്നു. എന്തു പറ്റി മുത്തശ്ശി? കുഞ്ഞിപ്പൊ തലയും തല്ലി നിലത്ത് വീണേനെ. ഞാൻ കൃത്യസമയത്ത് അത് കണ്ടുവന്നത് നന്നായി. കുഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ടു. ദൈവം എന്നെ അത് കാണിച്ചു തന്നതാ. കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു 3 മിനിറ്റ് ആയില്ല. മാത്രമല്ല കുഞ്ഞ് വീഴാതിരിക്കാൻ ഞാൻ തലകണിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തലയണേ ഞാൻ കണ്ടില്ല. എന്നാലേ ആ തലകണ ചിലരൊക്കെ എടുത്ത് മാറ്റിയതാ. ദേ, ആരെയും കുറ്റം പറയണ്ട. നമ്മുടെ കാര്യം പെർഫെക്റ്റ് ആക്കിയിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാൻ. ദേ, ഇപ്പൊ ഞാൻ കണ്ടുവന്നതുകൊണ്ട് വലിയൊരു ആപത്ത് ഒഴിവായി. ആ വാഴപ്പാടി തിരുമേനി പറഞ്ഞത് 100% ശരിയാ. ഈ തറവാടിന്റെ മേല് എന്തോ ഒരു ശാപം നിലനിൽക്കുന്നുണ്ട്. അതാ ഈ ആപത്ത്. ആപത്തുകളും അപകടങ്ങളൊക്കെ ഒഴിവാകണമെങ്കിൽ ആ തിരുമേനി പറഞ്ഞതുപോലുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അതെ, ഇക്കാര്യത്തിൽ ഞാൻ മാലതി പറഞ്ഞത് ശരിവയ്ക്ക്. ഇരുപത്തിയൊന്ന് ദിവസം കുഞ്ഞും കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കളും ഒരു മുറിയിൽ അന്തി ഉറങ്ങണമെന്ന വ്യവസ്ഥ. ഇനിയുള്ള ബാക്കി ദിവസങ്ങളില് മീനാക്ഷി കാർത്തിക്കിന്റെ ബെഡ്റൂമിൽ അന്തി ഉറങ്ങാൻ പാടില്ല. അത് കാർത്തിക്കിന് മീനാക്ഷിയെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റൂ എന്നതിന്റെ ഒരു പരീക്ഷണം കൂടിയാ. എന്താ മുത്തശ്ശി ഇത്? ഏകാധിപതി എന്ന വിധി എഴുതിയാലും വിരോധമില്ല. പറഞ്ഞതനുസരിച്ചാ മതി. പിടിക്ക. മരുഭൂമിയിൽ വെച്ച് യേശുക്രിസ്തുവിനെ സാത്താൻ 40 രാത്രിയും 40 പകലും പരീക്ഷിച്ചെന്നാ ഞാൻ കേട്ടിരിക്കുന്നെ. യേശു പതറിയില്ല. നീ എന്ത് വേഷം കെട്ടി ഇറങ്ങിയാലും കാർത്തിയേട്ടൻ എന്റെയാ. ഞാൻ ഈ മനസ്സിലുള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് നിന്റെ ശല്യം ഏൽക്കുകയില്ല. കാർത്തിയേട്ടാ, മൈഥിലി ഇന്ന് പൊതുശല്യം കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലല്ലോ. ദാ ഇത് കഴിക്കേ. മീനാക്ഷി കൂടെ ഇവിടെ ഇരിക്കുക. വരട്ടെ മീനാക്ഷി, ഞാൻ കഴിക്കാം. എന്തിനാ ഇത്ര ടെൻഷൻ? ഇത് കഴിക്കേ. എങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കും മീനാക്ഷി? മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ? അതിപ്പോ എന്തായാലും സഹിച്ചല്ലേ പറ്റൂ. കാർത്തിയേട്ടൻ അവളെ മൈൻഡ് ചെയ്യേ വേണ്ട. അവളാ മുറിക്കകത്ത് ഒരിടത്ത് കിടന്നോട്ടെ. കാർത്തിയേട്ടന്റെയും എന്റെ കുഞ്ഞിന്റെയും അടുത്തുനിന്ന് മാറിക്കിടക്കാൻ എനിക്കും സങ്കടമാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ജോത്സ്യം പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ
എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആപത്ത് വരുമെന്ന് പറയുന്നു. മുത്തശ്ശി അത് പറയുന്ന നമ്മളത് ധിക്കരിക്കണ്ട. വിഷമിക്കാതെ കഴിക്ക. കാർത്തേട്ടൻ ഇത് കഴിച്ചെവിടെ ഇരിക്കെ. ഞാൻ കുഞ്ഞിനെ ഉറക്കിയിട്ട് വരാം. കുഞ്ഞിപ്പ അമ്മയുടെ കൂടെയാ. ശരി. ഇങ്ങനെ നാണമില്ലാത്തൊരു ജന്തു. വളച്ചെടുക്കുക, പിന്നെ തേച്ചിട്ട് പോവാ. ഇതാണല്ലോ നിന്റെ തൊഴില്. എന്റെ കാർത്തിയേട്ടനെ വശീകരിക്കാനാണോ നീ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വേഷം ഇട്ടിരിക്കുന്നത്? ഇത് എന്റെ ബെഡ്റൂം ആടി. ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നീ ആരടി ചോദിക്കാൻ? ഇതൊക്കെ ഞാൻ ചെയ്യുന്നതേ നിന്റെ മുത്തശ്ശി പറഞ്ഞിട്ടാ. കാർത്തി എന്നെ ഉപേക്ഷിച്ച് നിന്നെ കെട്ടിയത് കൊണ്ടാ നിങ്ങളുടെ തറവാടിനീ നാശമൊക്കെ. അത് ഞാനായിട്ട് പരിഹരിച്ചു തരുക. നിർത്തി. നീ ബാക്കി കൂടി കേക്ക്. എനിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ കുറെ ദിവസം കാർത്തിയുടെ ഭാര്യയായി കഴിയണം. എന്നാലേ ഈ തറവാടിന് നിലനിൽപ്പുണ്ടാവും. ഞാൻ ചെയ്യുന്ന ഈ ഉപകാരത്തിന് ഈ തറവാട്ടിലുള്ളവരെല്ലാവരും എന്നോട് കടപ്പെട്ടവരാണ്. ഞാനിത് നിർത്തിയിട്ടെ എന്റെ പാട്ടിന് പോയാ നിന്റെ മുത്തശ്ശി വന്നെന്റെ കാല് പിടിക്കും. കാണണോ നിനക്കത്? കാണണോടി? ഇത് നിന്നോട് എനിക്കുള്ള പ്രതികാരമാ. അതിനുള്ള കണക്ക് വീട്ടുക ഞാൻ. എനിക്കറിയാടി എന്ത് വേണോന്ന്. നിന്നെ ഞാനത് കാണിച്ചു തരാം. കാർത്തിയേട്ടാ. എന്താ മീനാക്ഷി? അതെ, ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കണം. ഞാൻ വന്ന് പറഞ്ഞിട്ട് ബെഡ്റൂമിലേക്ക് പോവാവൂ. അതെന്താ മീനാക്ഷി? ആ ബെഡ്റൂമിൽ വെച്ച് കാർത്തിയേട്ടൻ ചിലരോട് പോലീസ് മുറിയിൽ വയലന്റ് ആവാതിരിക്കാൻ ഒരു കാര്യമുണ്ട്. അത് സസ്പെൻസ്, പിറകെ പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.